ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്പിൽ എങ്ങനെ PhD പൊസിഷൻസ് നമുക്ക് സെക്യൂർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ യൂറോപ്പിൽ PhD പൊസിഷൻസ് സെക്യൂർ ചെയ്യാൻ വേണ്ടി പല സ്റ്റുഡൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാനും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ PhD പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് അറിയില്ല. നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അതാണ് മെയിൻ പ്രോബ്ലം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കും അതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഗ്രാജുവലി അത് എന്താ പറയുക റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് കൺട്രിയാണ് നമ്മളെ PhDക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഏത് കൺട്രിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് കൺട്രിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് ജർമ്മനി ഓർ ഇറ്റലി ഓർ ഫ്രാൻസ് ഓർ പോളണ്ട്. സോ അത് നമ്മൾ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ചില വെബ്സൈറ്റുകളുണ്ട്. യൂറാക്സസ് ഉണ്ട്, അതുപോലെ finephd.com ഉണ്ട്. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നമുക്കൊരു ധാരണ വേണം. നമ്മൾ ഇപ്പോൾ തിയററ്റിക്കലി ആണെങ്കിൽ നമ്മൾ അതിനുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകളെ പറ്റിയിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സയൻറ്റിഫിക് ഫോർമാറ്റിലുള്ള നമ്മളൊരു CV ഉണ്ടാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സെല്ല് ചെയ്യണം, നമ്മളെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു CV ഉണ്ടാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇനീഷ്യലി CV ഉണ്ടാക്കിയത് വളരെ മോശമായിരുന്നു. പിന്നെ അതിന് ഫർദറായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ CV മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഇതാണ് കുറച്ചുകൂടി പെർട്ടിക്കുലർ ആയിട്ടുള്ള നല്ലൊരു ഫോമാറ്റ്. ഓവർ ലീഫിലോ ലാറ്റക്കിൽ നമ്മൾ CV ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രസൻറ്റബിൾ മാനറായിരിക്കും എന്നൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തപ്പം പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുക ചെയ്തത്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ, കവർ ലെറ്റർ, ഇതൊക്കെ നന്നായിട്ട് നമ്മളെ സെല്ല് ചെയ്യാൻ പറ്റണം. ഇതിലൊക്കെ നന്നായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. എന്താണ് നമ്മൾ ആ PhD പൊസിഷന് വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് പോയിട്ട് നമ്മളെ മെയിൽ ID ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു PhD പൊസിഷൻ്റെ വേക്കൻസി വരുവാണെങ്കിൽ ആ PhD വേക്കൻസി വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് വളരെ ഫാസ്റ്റിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള PhD പൊസിഷനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഈ പീരീഡ് എപ്പോഴാണ് PhD ഫണ്ടിങ്ങിനുള്ള ഈ അപ്ലിക്കേഷൻ പീരീഡ്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹംഗറിയിലാണെങ്കിൽ സ്റ്റൈപ്പൻഡം ഹംഗറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ട്. ജർമ്മനിയിലാണെങ്കിൽ ഡാഡ് എന്ന് പറയുന്ന ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മേരി കുരി ഫെലോഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ സൂപ്പർവൈസേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. അതിനുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ധാരണ, ഇങ്ങനെയുള്ള ഫെലോഷിപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറ്റിയിട്ട് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെയുള്ള ഫെലോഷിപ്പ് കിട്ടാനുള്ള സാധ്യത നമ്മളെ വർദ്ധിപ്പിക്കേണ്ടത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി സൂപ്പർവൈസേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ ഡയറക്റ്റ്ലി സൂപ്പർവൈസേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം, എങ്ങനെ നമ്മളെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെൻ്റലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു PhD പൊസിഷൻ യൂറോപ്പിൽ കിട്ടാൻ വളരെ ഈസിയാണ്. ഫർദറായിട്ട് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതാണ് ഞാൻ ഇപ്പോൾ ഒന്നും പറയാത്തത്. നെക്സ്റ്റ് വീഡിയോസിൽ കുറച്ചുകൂടി ഫർദറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഫർദറായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ബൈ.